ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരിയായിട്ടാണ്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയുള്ള പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മൈദ തന്നെയും ഗോതമ്പൊടിയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ്, അതായത് 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതായത് തരിയോട് കൂടിയുള്ള അരിപ്പൊടി വേണം. അതായത് ഞാൻ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. അത് ഞാൻ സെയിം നമ്മൾ മൈദ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അതായത് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ കുഴയ്ക്കുന്നത്. അത്യാവശ്യം ഒരു കുറുകിയൊരു പാകത്തിനാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം. അപ്പം മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് പുളിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണം. ഏകദേശം ഒരു 1 മണിക്കൂറോളം വെച്ചാൽ മതി. അതിന് മുമ്പേ ആകുവാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പഴംപൊരിക്ക് വേണ്ട പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നന്നായി പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. പഴം നമുക്ക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു പഴം 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മാവൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് മാവ്. അധികം ലൂസല്ല. ഞാനൊരു ജസ്റ്റ് നമുക്ക് ഒട്ടുന്ന രീതിയിലുള്ള ഒരു പാകത്തിനാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മാവിലേക്ക് മുക്കി കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 3 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം കുറച്ചായിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് മറിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിൽ പുട്ടുപൊടി ഇടുന്നതാണ് നല്ലത്, കാരണം ഇച്ചിരി തരിയോട് കൂടിയ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അരിപ്പൊടി മൈദേൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം കുറച്ചൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ച് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പോരാം. കോരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ ഒരു ടിഷ്യൂ വെച്ച് കൊടുത്താൽ മതി, അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തോളൂ. അതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നോടൊന്ന് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഒരു പാകം ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി, കാരണം നമ്മൾ പഴം നല്ല നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിൻ്റെ നല്ല കളർ വന്നിട്ടുണ്ട്, പഴംപൊരിൻ്റെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇത് വളരെ ടേസ്റ്റാണ്. ഇത് നല്ല ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.